ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഞാനിന്നിവിടെ ഒരു കൂന്തൽ കറിയുടെ റെസിപ്പിയാണ് റെഡിയാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് വരും. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ കൂന്തലാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ അതിന് വേണ്ട മസാലകളും. ഇനി നമുക്കൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 2 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. സവാള കളർ മാറി വരുന്നത് വരെ വഴറ്റാവുന്നതാണ്. സവാള വഴന്നു വരാൻ കുറച്ച് സമയം വേണ്ടി വരും. നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇതുപോലെ സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 5 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4 പച്ചമുളക് മതിയാവും. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ലൈറ്റായിട്ട് സവാള വഴറ്റാവുന്നതാണ്. നമ്മുടെ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ വഴന്നു വരുന്ന നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ്. തക്കാളി ചെറുതാണെങ്കിൽ 3 എണ്ണം ഇട്ട് കൊടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ചട്ടിയുടെ ചൂടിന് തന്നെ തക്കാളി വേഗം വഴന്ന് വരും. നമ്മുടെ തക്കാളിയൊക്കെ വഴന്നു വരുന്നുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് വരെ ഇത് വഴറ്റാവുന്നതാണ്. മസാലകളൊക്കെ നന്നായി വഴന്നു വരുന്നുണ്ട്. വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ കൂന്തലിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരു 10 മിനിറ്റ് വെന്ത് വരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് തേങ്ങ ചേർക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് മതിയാകും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയും 2 ഏലക്കയുടെ കുരു, 2 കഷ്ണം പട്ട. ഇനി അണ്ടിപ്പരിപ്പ് വേണ്ടുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിവ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ 10 മിനിറ്റായി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അരപ്പ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാവുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കൂന്തലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യൂ. താങ്ക് യു. ബൈ.